പൊതുവിജ്ഞാന പരിപാടിയിലേക്ക് സ്വാഗതം. ഏത് രാജ്യാന്തര ബഹുമതിയാണ് ചാന്ദ്രയാൻ 3 ഈയിടെ സ്വന്തമാക്കിയത്? ഉത്തരം ഗോദ്ദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം 2026. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആര്? ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. 2026 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏത്? ഉത്തരം തായ്വാൻ ട്രാവലോഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക ഭക്ഷ്യ കാർഷിക സംഘടന ഈയിടെ സമ്മാനിച്ച മെഡൽ ഏത്? അഗ്രിക്കോള 2026. കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? 25. ദ ലൈബ്രറി ഓഫ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന കൃതി രചിച്ചത് ആര്? PP സത്യൻ. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ്? ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട്? 8. ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത് എന്ന്? 2017 ജൂലൈ 1. തിഹാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏത്? കൂളോം. ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റ്? ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം? ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമത്തിൻ്റെ പേരെന്ത്? എവിടെയാണത്? ലഡാക്കിലെ ചുമൂർ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ തുരങ്കം ഏത്? സോജില തുരങ്കം. പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഇന്ത്യയിൽ ഏറ്റവും അധിക കാലം പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? നരേന്ദ്രമോദി. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ്റെ പേര് എന്ത്? പൊയ്കയിൽ യോഹന്നാൻ. 2026 G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആര്? ഫ്രാൻസ്. ലോകത്തെ ആദ്യത്തെ ട്രില്യനെയർ അഥവാ ലക്ഷം കോടീശ്വരൻ ആര്? ഇലോൺ മസ്ക്. ഇതോടുകൂടി ഇന്നത്തെ പൊതുവിജ്ഞാനത്തിൻ്റെ ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു.